ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെക്റ്റർ കാൽക്കുലസിലെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആണ് വർക്ക് ഡൺ ആസ് ലൈൻ ഇന്റഗ്രൽ. പിന്നെ ആ ടോപ്പിക്കും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഒരു തിയറം ആൻഡ് പ്ലസ് പ്രോബ്ലംസ്. ഓക്കെ, ഫസ്റ്റ് വൺ, work done as line integral. Suppose that under the influence of a continuous force field F, a particle moves along a smooth curve C, and that C is oriented in the direction of motion of the particle. Then the work performed by the force field on the particle is work done W is equal to integral over C F dot dr. Okay, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു കണ്ടിന്യൂസ് വെക്റ്റർ, ഒരു ഫോഴ്സ് ഫീൽഡ്, അതായത് വെക്റ്റർ ആണ്, ഒരു ഫോഴ്സ് ഫീൽഡ് എഫ് ഉണ്ട്. പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സ്മൂത്ത് കർവ്, പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ ഒരു സ്മൂത്ത് കർവിലൂടെ മൂവ് ചെയ്യാണ്. ഓക്കെ, അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദാറ്റ് ഫീൽഡ് ആൻഡ് സി ഇസ് ഓറിയന്റഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. നമ്മൾ പാർട്ടിക്കിൾ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ തന്നെയാണ് സിയുടെ. ഓക്കെ, ദെൻ വർക്ക് പെർഫോം ബൈ ദ ഫോഴ്സ് ഫീൽഡ് ഓൺ ദ പാർട്ടിക്കിൾ. ആ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് കാരണം വർക്ക് പെർഫോംഡ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഓക്കെ, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. First one, find the work done by the force field f of xy is equal to xyi plus x square j on a particle that moves along the curve C such that x is equal to y square from 0 0 to 1 1. Okay, അപ്പോൾ ഇവിടെ നമുക്ക് ഫീൽഡ്, അതായത് ഫോഴ്സ് ഫീൽഡ് എന്താണെന്ന് തന്നിട്ടുണ്ട്, xyi plus x square j. ഇനി മൂവ് ചെയ്യുന്ന കർവ് അലോങ് ദ കർവ് സി എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്, എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണ്. ആൻഡ് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്, 0 0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 1 1 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്ന കണ്ടീഷൻസ് നോക്കാം. എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണെങ്കിൽ ഡി എക്സ് എന്ന് പറയുന്നത് എന്താ, 2y dy. ഓക്കെ, ഇനി വർക്ക് ഡൺ നമ്മുടെ ഡയറക്റ്റ് ആ ഫോർമുല അപ്ലൈ ചെയ്യാം. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. എഫ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് വൈ പ്ലസ് എക്സ് സ്ക്വയർ ആൻഡ് ഡി ആർ നമുക്കറിയാം ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജി ആണ് അല്ലേ. അപ്പോൾ ഇത് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്ത് എന്താ, ഐ ഡോട്ട് ഐ ടേംസ് വരും ആൻഡ് ജെ ഡോട്ട് ജെ ടേംസ്. ഐ ഡോട്ട് ഐ 1 ആണ്, ജെ ഡോട്ട് ജെ 1 ആണ്. അപ്പോൾ എക്സ് വൈ ഡോട്ട് ഡി എക്സ്, എക്സ് വൈ ഡി എക്സ് ഫസ്റ്റ് ടേം കിട്ടി ആൻഡ് സെക്കൻഡ് ടേം എക്സ് സ്ക്വയർ ഡി വൈ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് വൺ, ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം, നമുക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിമിറ്റ്സ് നമ്മൾ 0 0 to 1 1 നമ്മൾ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴും ഒരു രണ്ട് വേരിയബിൾ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ആ ഒരു വേരിയബിൾ വേറൊരു വേരിയബിളിന്റെ ടേംസിൽ കൺവേർട്ട് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണെന്ന് തന്നിട്ട് ആ കർവിന്റെ കണ്ടീഷൻ ആണ് തന്നിരിക്കുന്നത്. സി അലോങ് ദ കർവ് സി എന്താണ്, എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ഡി എക്സ് എന്താ, 2y dy. അപ്പോൾ എക്സ് ഉള്ളിടത്ത് വൈ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആൻഡ് നമ്മുടെ ഡി എക്സ് ഉള്ളിടത്ത് ഡി വൈ 2y dy സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ. അഗെയിൻ എക്സ് സെക്കൻഡ് ടേമിൽ എക്സ് സ്ക്വയർ വന്നു, അപ്പോൾ വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ഡി വൈ അങ്ങനെ തന്നെ എഴുതാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു കിട്ടിയ ഇക്വേഷൻ എല്ലാം ഇൻ ടേംസ് ഓഫ് വൈ ആണ്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാലോ. വൈയുടെ ലിമിറ്റ്സ് തന്നിട്ടുണ്ട്, പോയിന്റ് തന്നിട്ടുണ്ടല്ലോ, 0 to 1 ആണ്. അപ്പോൾ ഇന്റഗ്രൽ 0 to 1. ഇനി ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആൻഡ് മാക്സിമം അത് സിംപ്ലിഫൈ ചെയ്യാം. അതായത് 2 into y raised to 4 dy plus y raised to 4 dy. അതെന്താ, 3y raised to 4 dy. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. 3y raised to 5 by 5 within the limits 0 to 1. അതായത് വൈയുടെ അവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 by 5 കിട്ടും. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയിപ്പോകും. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ വർക്ക് ഡൺ ഇൻ മൂവിംഗ് എ പാർട്ടിക്കിൾ ഇൻ ദ ഫോഴ്സ് ഫീൽഡ് എഫ് ഈക്വൽ ടു 3x square I plus 2xz minus yj plus zk along a straight line from 0 0 0 to 2 1 3. അഗെയിൻ ഇത് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് മൂവ് ചെയ്യാണ്. ഫോഴ്സ് ഫീൽഡ് എഫ് തന്നിട്ടുണ്ട്, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഡബ്ല്യു ആണ്. നമുക്കറിയാം ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഇന്റഗ്രൽ ഓവർ സി എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് ഡി ആർ നമുക്കറിയാം ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ സെയിം. ഇനി ഇവിടെ ഇന്റഗ്രൽ ഓവർ സി നമ്മുടെ ഫംഗ്ഷൻ എഫ് ഡോട്ട് ഡി ആർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ഐ ഡോട്ട് ഐ ടേംസ് ഇവിടെ പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, 3x സ്ക്വയർ ഡി എക്സ്, സെക്കൻഡ് ടേം എന്താ വരിക, 2xz മൈനസ് വൈ ഡോട്ട് ഡി വൈ അല്ല. അപ്പോൾ 2xz മൈനസ് വൈ ഡി വൈ പ്ലസ് ലാസ്റ്റ് ടേം എന്താ, സെഡ് ഡി സെഡ്. ക്ലിയർ ആയല്ലോ. ഇനി ഇക്വേഷൻ ഓഫ് ദ സ്ട്രേറ്റ് ലൈൻ. ഇപ്പം നമ്മുടെ ഇവിടെ സി എന്ന് പറയുന്നത് കർവ് നമുക്ക് ഡിഫൈൻ ചെയ്ത് തന്നിട്ട്, അതായത് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലെ, ആ കർവ് സിന്ന് ഒരു ഇക്വേഷൻ വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് വൺ നമുക്കറിയാം സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x minus x1 by x2 minus x1 is equal to y minus y1 by y2 minus y1 is equal to z minus z1 by z2 minus z1. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമുക്കറിയാം x1 എന്ന് പറയുന്നത് 0, x2 എന്ന് പറയുന്നത് 2 അല്ലേ. അപ്പോൾ x minus x1
അതായത് x1 0 ആണ് ഡിവൈഡ് ബൈ x2 മൈനസ് x1 അതായത് 2 മൈനസ് 0. അതേപോലെ തന്നെ ബാക്കി y-ൻ്റെയും z-ൻ്റെയും കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് രണ്ട് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം? x/2 is equal to y/1, അതായത് x equal to 2y കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് x and y തമ്മിൽ റിലേഷൻഷിപ്പ് കിട്ടി. ഇനി സെക്കൻഡ് സെറ്റ് y and z തമ്മിൽ റിലേഷൻഷിപ്പ് എന്ത് കിട്ടും? y/1 is equal to z/3, അതായത് z equal to 3y കിട്ടി. ഈ രണ്ട് റിലേഷൻസും നമുക്ക് കിട്ടി അല്ലേ? ഇനി നമുക്ക് അതായത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്ക് എന്നിട്ട് വേണം ബാക്കി വേരിയബിൾസ് എല്ലാം ഇൻ ടേംസ് ഓഫ് വൺ വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ 0 to 1 ഇനി നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്നത് ഇന്റഗ്രൽ ഓവർ c അല്ലേ, അതിന് ലിമിറ്റ്സ് കൊടുക്കാം. ഇനി നമ്മളെല്ലാം ഇൻ ടേംസ് ഓഫ് y-ലേക്ക് എഴുതാം. ഓക്കെ, കാരണം x equal to 2y കിട്ടി, z equal to 3y കിട്ടി. അപ്പോൾ dx എന്തായി? 2y dy ആൻഡ് dz എന്തായി? 3y dy. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് w അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ y-യുടെ ലിമിറ്റ്സ് എന്താ? 0 to 1 തന്നിട്ടുണ്ടല്ലോ. 0 ആണ് ഫസ്റ്റ് പോയിന്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റഗ്രൽ 0 to 1 ഇവിടെ 3 ഇൻറ്റു നമുക്കറിയാം 3 ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സിന് നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം? 2y. അപ്പോൾ 2y ഹോൾ സ്ക്വയർ വരും. 3 ഇൻറ്റു 2y ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്താ? 2dy. ഓക്കെ, സെക്കൻഡ് ടേം ഇനി പ്ലസ് 2xz മൈനസ് y, അതായത് 2 ഇൻറ്റു എക്സ് ഇൻറ്റു z എന്താ? 3y മൈനസ് y എന്താ? y അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, ബാക്കി എക്സും സെഡും ഇൻ ടേംസ് ഓഫ് y കൺവേർട്ട് ചെയ്താൽ മതി. dy അങ്ങനെ തന്നെ എഴുതുക. ഇനി പ്ലസ് ലാസ്റ്റ് വൺ z dz ആണ്. z-ന് 3y കൊടുക്കുക, dz-ന് എന്താ കൊടുക്കേണ്ടത്? dy. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ 3y dy. ഇനി ഇന്റർവൽ 0 to 1 ബാക്കി എല്ലാം ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യുക. 24y² dy പ്ലസ് 12y² മൈനസ് y dy പ്ലസ് 9y dy. ഇനി അത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കോമൺ ടേംസ് ആഡ് ചെയ്തിട്ട് ഓക്കെ, ഇപ്പോൾ y² ടേംസ് ആഡ് ചെയ്തു, 36 കോഎഫിഷ്യൻ കിട്ടി. y-യുടെ ടേംസ് ആഡ് ചെയ്ത് 8 കിട്ടി. 36y² പ്ലസ് 8y. ഇനി നമ്മൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? 36 ഇൻറ്റു y²ൻ്റെ ഇന്റഗ്രൽ എന്താ? y³/3. 8 ഇൻറ്റു y-യുടെ ഇന്റഗ്രൽ y²/2. അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 12y³ പ്ലസ് 4y². ഇനി ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. 0 to 1. 0ൻ്റെ ടേം എല്ലാം പോകും, കാരണം y രണ്ട് ടേംസിലുണ്ട്. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലോവർ ലിമിറ്റ് ക്യാൻസൽ ആയി പോകും. അപ്പർ ലിമിറ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 12 പ്ലസ് 4 എന്താ പറയുക? 16. ഓക്കെ, third one, find the work done by the force field F, where F is 1/x² plus y² I plus 4/x² plus y² j on a particle that moves along the curve C shown in the figure. ഇപ്പോൾ ഇവിടെ C നമുക്ക് കറക്റ്റ് ഡയറക്റ്റ് ഇക്വേഷൻ തന്നിട്ടില്ല, പകരം ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫിഗർ നോക്കിയിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും എന്താ? ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്ക് സർക്കിളിൻ്റെ ഒരു പോർഷനാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ 0 to π/2 ആണ് തീറ്റയുടെ ലിമിറ്റ് വരിക. ഒരു സർക്കിളിൻ്റെ ജസ്റ്റ് 1/4 പോർഷൻ ആണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വന്നിരിക്കുന്നത്. ആൻഡ് കോർഡിനേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട് 4 0 ആൻഡ് 0 4. ക്ലിയർ ആയല്ലോ? അതായത് റേഡിയസ് എന്താ ശരിക്കും? r എന്ന് പറയുന്നത് എന്താണ്? r എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇനി ദ കർവ് സി ഇസ് ദ, ഇപ്പം നമുക്ക് ഈ ഫിഗർ തന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇക്വേഷൻ ആയിരിക്കും. സി എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതുപോലെ ഫിഗർ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് സിയുടെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ. ഇതിപ്പോൾ സർക്കിൾ ആയതുകൊണ്ട് സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താ? x² പ്ലസ് y² ഇസ് ഈക്വൽ ടു r². അതിപ്പോൾ സെൻറ്ററിൽ, അതായത് സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിനിലാണെങ്കിൽ, ഇതിപ്പോൾ സെൻറ്റർ ഒറിജിനിലാണ്, അതുകൊണ്ട് x² പ്ലസ് y² ഇസ് ഈക്വൽ ടു r² ആണ് ഇക്വേഷൻ വരിക അല്ലേ? അപ്പോൾ x² പ്ലസ് y² ഇസ് ഈക്വൽ ടു r². ക്ലിയർ ആയാലും? അപ്പോൾ ഇവിടെ r എന്ന് പറയുന്നത് എന്താ? r ഇസ് ഈക്വൽ ടു 4 ആണ്. ഇനി curve C is the portion of the circle x² plus y² is equal to 16. 16 എങ്ങനെ വരാം? r equal to 4 ആണ്. അപ്പോൾ r² എന്താ വരിക? 16, which lies in the first quadrant. Okay, therefore നമുക്കറിയാം, നമ്മൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്കറിയാം x equal to r cos theta y equal to r sin theta ആണ് അല്ലേ? അപ്പോൾ r എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ x equal to 4 cos theta, y equal to 4 sin theta കിട്ടി. ഇനി തീറ്റയുടെ ലിമിറ്റ്സ് എന്താ? ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? അപ്പോൾ 0 മുതൽ π/2 വരെയാണ് ലിമിറ്റ് വരിക. ഇനി therefore work done w is equal to integral over c f dot dr is equal to integral over c എന്താ വരിക? integral over c f സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/x² plus y² into I plus 4/x² plus y² into j dot dr എന്താ? dxi plus dyj. ഇനി കറസ്പോണ്ടിങ് i dot i j dot j, അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസ് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? integral over c 1/x² plus y² into dx plus 4/x² plus y² into dy.
ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം, പിന്നെ പോളാർ കോർഡിനേറ്റ്സ് ഫോമിൽ എല്ലാം കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എക്സ് ഈക്വൽ ടു 4 കോസ് തീറ്റ, വൈ ഈക്വൽ ടു 4 സൈൻ തീറ്റ. അപ്പോൾ ഈ ഡി എക്സും ഡി വൈ എന്താ വരിക? എക്സ് ഈക്വൽ ടു 4 കോസ് തീറ്റ ആണെങ്കിൽ ഡി എക്സ് എന്ന് പറയുന്നത് എന്താ വരിക? മൈനസ് 4 സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, അതേപോലെ ഇനി y ഈക്വൽ ടു 4 സൈൻ തീറ്റ ആണ്. അപ്പോൾ ഡി വൈ എന്താ വരിക? 4 കോസ് തീറ്റ ഡി തീറ്റ. ജസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ എല്ലാം ഇൻ ടേംസ് ഓഫ് തീറ്റ നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ 1 ബൈ എക്സ് 4 കോസ് തീറ്റ ആണ് അല്ലേ? അപ്പോൾ വൈക്ക് 4 സൈൻ തീറ്റ കൊടുക്കുക ആൻഡ് ഡി എക്സിന് മൈനസ് 4 സൈൻ തീറ്റ ഡി തീറ്റ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടേം വരിക. ആൻഡ് സെക്കൻഡ് ടേം സിമിലർലി നമുക്ക് കിട്ടും. സെക്കൻഡ് ടേം എന്താ? 4 ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എക്സിന് 4 കോസ് തീറ്റ കൊടുത്തു, വൈക്ക് 4 സൈൻ തീറ്റ, ഡി വൈക്ക് എന്ത് കൊടുത്തു? 4 കോസ് തീറ്റ ഡി തീറ്റ. ഇനി അതെല്ലാം ഇതേപോലെ നമുക്കറിയാം, ഈ ഡിനോമിനേറ്റർ പോർഷനിൽ 4 കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 16 കോസ് സ്ക്വയർ തീറ്റ, 4 സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 16 സൈൻ സ്ക്വയർ തീറ്റ. ഈ 16 എന്ന് പറയുന്ന ടേം പുറത്തേക്ക് എടുത്താൽ നമുക്ക് ബ്രാക്കറ്റിൽ എന്താ വരിക? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. അതെന്താ? 1 ആണ്. അപ്പോൾ 16 ആണ് ഡിനോമിനേറ്ററിൽ വരിക, മുകളിൽ മൈനസ് 4 സൈൻ തീറ്റ. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് ടേമിലും താഴെ 16 വരും. മുകളിൽ എന്താ? 4 ഇൻറ്റു 4 ഉണ്ട്, അതായത് എഗെയിൻ മുകളിൽ 4 ആണ് വരിക കോസ് തീറ്റ. ക്ലിയർ ആയല്ലോ? ഇനി ആ ടേംസ് ഇപ്പം ഞാൻ ഈ പറഞ്ഞതാണ് ഇവിടെ കാണിച്ചിരുന്നത്. 1 ബൈ 16 മൈനസ് 4 സൈൻ തീറ്റ ഡി തീറ്റ, 4 ബൈ 16 4 കോസ് തീറ്റ ഡി തീറ്റ. ഇനി 1 ബൈ 16ഉം മുകളിലത്തെ 4ഉം അതും ക്യാൻസൽ ചെയ്താൽ വരെ താഴെ 4 വരും. ആൻഡ് സെക്കൻഡ് ടേമിൽ 4 ഇൻറ്റു 4 ഉണ്ട് മുകളിൽ അല്ലേ? അപ്പോൾ 16 ഉണ്ട്, താഴെയും 16, അത് കോഎഫിഷ്യന്റ് 1 ആയിപ്പോൾ. മൈനസ് 1 ബൈ 4 സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു ഡി തീറ്റ. ഇനി നമുക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ മൈനസ് 1 ബൈ 4 സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? സൈൻ തീറ്റനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കോസ് തീറ്റ അല്ലേ? സൈൻ തീറ്റന് ഇൻ്റഗ്രൽ എന്താ വരിക? മൈനസ് കോസ് തീറ്റ. ആൻഡ് കോസ് തീറ്റയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ തീറ്റ. എന്നിട്ട് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക, 0 ടു പൈ ബൈ 2 ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആൻസർ 3/4. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത്. The parametric curve C in a work integral is called the path of integration. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇപ്പോൾ വർക്ക് ലൈൻ ഇൻ്റഗ്രൽ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? അപ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഫീൽഡിന് ഇൻഫ്ലുവൻസിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്തു അലോങ് എ കർവ് സി. ആ പാരാമെട്രിക് കർവ് സി എന്ന് പറയുന്നത് വർക്ക് ഇൻ്റഗ്രലിൽ സി എന്ന് പറയുന്നത് എന്താണ്? പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, അതായത് അലോങ് ദ പാത്താണ് നമ്മൾ ആ ഇൻ്റഗ്രേറ്റ് ചെയ്ത വർക്ക് കണ്ടുപിടിക്കുന്നത്. ഇഫ് ദ ഫോഴ്സ് ഫീൽഡ് എഫ് ഇസ് കൺസർവേറ്റീവ്, ഇപ്പോൾ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്, അത് എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇഫ് ദ ഫോഴ്സ് ഫീൽഡ് എഫ് ഇസ് കൺസർവേറ്റീവ്, ദാറ്റ് ഇസ് കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദ ഗ്രേഡിയന്റ് ഓഫ് സം പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ. ഫൈ എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ. ദെൻ ദ വർക്ക് ദാറ്റ് ദ ഫീൽഡ് പെർഫോംസ് ഓൺ എ പാർട്ടിക്കിൾ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ, അതായത് സി. ഇത് ശ്രദ്ധിക്കുക, ഇതൊരു കണ്ടീഷൻ നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ യൂസ്ഫുൾ ആണ്. ഇപ്പോൾ സപ്പോസ് ആ ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണെങ്കിൽ then the work done does not depend upon the path C. Okay. ഇനി അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. f of xy is equal to yi plus xj is a conservative field. അപ്പോൾ തന്നിരിക്കുകയാണ് ഓൾറെഡി f എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണ്. Show that integral over C f dot dr is same along the paths. അതായത് ഇവിടെ 3 പാത്ത് തന്നിട്ടുണ്ട്, ഓരോ സെക്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്, A, B, C. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ലൈൻ സെഗ്മെന്റ് y ഈക്വൽ ടു എക്സ് ഫ്രം 0 0 ടു 1 1. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഓക്കെ, അതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെയിം എലോങ് ദ പാത്സ്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് എല്ലാ കേസിലും ഈ തന്നിരിക്കുന്ന 3 കേസിലും ഈക്വൽ ആണ്. അതിൻ്റെ അർത്ഥം എന്താ? അത് കൺസർവേറ്റീവ് ആണ്. അപ്പോൾ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? കൺസർവേറ്റീവ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എടുക്കുക, ലൈൻ സെഗ്മെന്റ് y ഈക്വൽ ടു എക്സ് ഫ്രം 0 0 ടു 1 1. അപ്പോൾ നമുക്കറിയാം ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്താ? ഇന്റഗ്രൽ ഓവർ സി തന്നിരിക്കുന്ന എഫ് എന്താ? y i പ്ലസ് എക്സ് ജെ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ. അപ്പോൾ y ഡോട്ട് ഡി എക്സ് പ്ലസ് എക്സ് ഡോട്ട് ഡി വൈ കിട്ടി. ഇനി നമുക്ക് തന്നിരിക്കുന്ന പാത്ത് എന്താ? y ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ എഗെയിൻ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എക്സ് ഇൻ ടേംസ് ഓഫ് y അല്ലെങ്കിൽ y ഇൻ ടേംസ് ഓഫ് എക്സ് അങ്ങനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് y ഈക്വൽ ടു എക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡി വൈ എന്താ? ഡി എക്സ് ആണ്. അപ്പോൾ y ഇസ് ഈക്വൽ ടു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡി എക്സ് അങ്ങനെ തന്നെ എഴുതുക, എക്സ് അങ്ങനെ തന്നെ എഴുതുക, ഡി വൈ ഈക്വൽ ടു ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട്.
അപ്പോൾ എല്ലാം ഇൻ ടേംസ് ഓഫ് എക്സ് കിട്ടി. ഇനി എക്സിന്റെ ലിമിറ്റ് എന്താ? 0 0 to 1 1 തുടങ്ങിയ എക്സ് എന്ന് പറയുന്നത് 0 നിന്ന് 1. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ 0 to 1 ഇവിടെ എക്സ് ഡി എക്സ് പ്ലസ് എക്സ് ഡി എക്സ് എന്താ 2x dx. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുക എക്സ് സ്ക്വയർ വിത്തിൻ ദ ലിമിറ്റ് 0 to 1 അപ്ലൈ ചെയ്ത 1 കിട്ടി വാല്യൂ. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? പാരാബോള തന്നിട്ടുണ്ട് y equal to x square ആൻഡ് തേർഡ് കണ്ടീഷൻ ക്യൂബിക് y equal to x cube. നമുക്ക് അതും കൂടി കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഈ കണ്ടുപിടിച്ച പോലെ തന്നെ സെയിം ഇതേപോലെ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കാം. സെക്കൻഡ് കേസിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എടുക്കാം. എഫ് സെയിം തന്നെ. ഇനി y ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന കർവിൽ കണ്ടീഷൻ എന്താ? y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ dy എന്തായിരിക്കും ഇവിടെ? 2x dx ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇന്റഗ്രൽ 0 ടു ഇവിടെ അഗെയിൻ 0 ടു 1 ആണ്. ഓക്കെ, ഇന്റഗ്രൽ 0 ടു 1 y ഈക്വൽ ടു എക്സ് സ്ക്വയർ കൊടുക്കുക, dx അങ്ങനെ തന്നെ. പിന്നെ ഇനി എക്സ് അങ്ങനെ തന്നെ എഴുതുക ആൻഡ് dy ക്ക് എന്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ? 2x dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് 3x square dx കിട്ടും ആൻഡ് x cube by 3 3 ക്യാൻസൽ ആയി x cube വരും വിത്തിൻ ദ ലിമിറ്റ് 0 to 1 1 ആണ് ആൻസർ കിട്ടും. ഇനി ലാസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി അഗെയിൻ എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡോട്ട് ഡി ആറും അറിയാം. അപ്പോൾ അത് രണ്ടും കൂടി എപ്പോഴും ആ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എപ്പോഴും y dx പ്ലസ് എക്സ് ഡി വൈ തന്നെയാണ് കിട്ടുക. അത് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ എഴുതിയത് മാത്രം. അപ്പോൾ സിൻസ് y ഈക്വൽ ടു എക്സ് ക്യൂബ്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനിൽ y എന്നുള്ളത് എക്സ് ക്യൂബ് ആണ്. അപ്പോൾ ഡി വൈ എന്തായിരിക്കും? ഈ കണ്ടീഷൻ മാത്രമാണ് എല്ലാത്തിലും മാറുക, ബാക്കി എഫ് ഡോട്ട് ഡി ആർ ഇക്വേഷൻ സെയിം ആയിരിക്കും എല്ലാത്തിലും അല്ലേ. അപ്പോൾ ഡി വൈ എന്ന് പറയുന്നത് എന്താണ്? 3x square dx ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y ഈക്വൽ ടു എക്സ് ക്യൂബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് dy ഈക്വൽ ടു 3x square dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എല്ലാം ഇൻ ടേംസ് ഓഫ് എക്സ് കിട്ടും. എക്സിന്റെ ലിമിറ്റ് എന്തായിരിക്കും? 0 to 1. തന്നിരിക്കുന്ന കണ്ടീഷൻ അങ്ങനെയാണ്. അപ്പോൾ 4x cube dx, അതായത് എക്സ് റേസ് ടു 4/4 ആണ് ഇന്റഗ്രേറ്റീവ് കിട്ടുക. മുകളിൽ 4ഉം താഴെ 4ഉം ക്യാൻസൽ ആയിരിക്കും. എക്സ് റേസ് ടു 4 വിത്തിൻ ദ ലിമിറ്റ് 0 to 1 അഗെയിൻ ലിമിറ്റ് അപ്ലൈ ചെയ്ത് 1 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പ്രൂവ് ചെയ്യാൻ പറ്റിയത്? എല്ലാ കണ്ടീഷനിലും നമ്മൾ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് വർക്ക് പെർഫോം എന്താ കിട്ടിയത്? ഇറ്റ് ഇസ് സെയിം അല്ലേ. അപ്പോൾ ശരിക്കും ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാർട്ട് ബിക്കോസ് എഫ് ഇസ് കൺസർവേറ്റീവ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വൺ ഒരു തിയറം ആണ് ഇത് ബേസ് ചെയ്തിട്ട്, ഫണ്ടമെന്റൽ തിയറം ഓഫ് ലൈൻ ഇന്റഗ്രൽ theorem. Suppose that f of xy is equal to f of xy I plus g of xy j. അതായത് ഇത് സ്മോൾ f g ആണ് കേട്ടോ. അതായത് ആ മെയിൻ ഫംഗ്ഷൻ മെയിൻ ഫോഴ്സ് ഫീൽഡ് f ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഫംഗ്ഷൻസിനാണ്. f of xy I plus g of xy j is a conservative vector field in some open region D containing the points x0, y0 and x1, y1. If f of xy is equal to del phi of xy and if C is any curve that starts from x0, y0 and ends at x1, y1, then integral over C f dot dr is equal to phi of x1, y1 minus phi of x0, y0. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫോഴ്സ് ഫീൽഡ് എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ആ ഫോഴ്സ് ഫീൽഡ് കൺസർവേറ്റീവ് ആണെങ്കിൽ ആ ഫീൽഡ് എന്ന് പറയുന്നത് ഡെൽ ഫൈ ആയിരിക്കും. എഫ് ഈക്വൽ ടു ഡെൽ ഫൈ ആണ് നമുക്കറിയാം, അതായത് ഗ്രേഡിയന്റ് ഓഫ് ഫൈ ആണ്. കൺസർവേറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അത് മാത്രമല്ല, അപ്പോൾ ലൈൻ ഇന്റഗ്രൽ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ സപ്പോസ് എഫ് ഈക്വൽ ടു ഡെൽ ഫൈ ആണ് നമുക്കറിയാലോ കൺസർവേറ്റീവ് ആയതുകൊണ്ട്, ആൻഡ് സി ഈസ് എനി കർവ് ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം x0, y0. x0, y0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? x1, y1. അതായത് രണ്ടും ഡിഫറെൻറ്റ് പോയിന്റ്സ് ആണ്, ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെ ഈ രണ്ട് പോയിന്റ്സ് ഓക്കെ കൺസിഡർ ചെയ്യുക, സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലൈൻ ഇന്റഗ്രൽ എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും? ഈ ഫൈ അറിഞ്ഞാൽ മതി, അതായത് ഫൈ ഓഫ് x1, y1 മൈനസ് ഫൈ ഓഫ് x0, y0. അപ്പോൾ ഫൈ നമുക്ക് അറിയാമെങ്കിൽ ഫൈ അറ്റ് ഫൈനൽ പോയിന്റ് മൈനസ് ഫൈ അറ്റ് ഇനീഷ്യൽ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന ലൈൻ ഇന്റഗ്രൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് വൈ, ഇപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ജസ്റ്റ് പ്രോബ്ലം നോക്കാം. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു വൈ ഐ പ്ലസ് എക്സ് ജെ ഇസ് കൺസർവേറ്റീവ്. ഓക്കെ, വിത്ത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ. ഇപ്പോൾ തന്നിരിക്കുന്ന നമുക്ക് ഇവിടെ ഫൈ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കണേ? എഫ് കൺസർവേറ്റീവ് ആണ് തന്നിട്ടുണ്ട്. ഈ കണ്ടീഷൻസ് എല്ലാം ശ്രദ്ധിക്കുക. ആൻഡ് എഫ് എന്താണ് ഫംഗ്ഷൻ എന്നും തന്നിട്ടുണ്ട്. ഇനി അതാണ് ഫസ്റ്റ് പോർഷൻ. അപ്പോൾ നമുക്ക് അതായത് ഇറ്റ് ഈസ് കൺസർവേറ്റീവ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കറിയാം എഫ് ഈക്വൽ ടു ഡെൽ ഫൈ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താ? എഫ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് നമുക്കറിയാം. അപ്പോൾ ഡെൽ ഫൈ കണ്ടുപിടിക്കാം, കാരണം ഇവിടെ ഫൈ ഓൾറെഡി തന്നിട്ടുണ്ട്. ഡെൽ ഫൈ കണ്ടുപിടിച്ചിട്ട് അത് എഫ് തന്നെയാണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എഫ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണ്. ഇനി സെക്കൻഡ് പോർഷനിൽ യൂസ് ഫണ്ടമെന്റൽ തിയറം. ഇപ്പോൾ നമ്മൾ
പഠിച്ച തിയറം ഇല്ലേ, യൂസ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ലൈൻ ഇന്റഗ്രൽ ടു ഇവാലുവേറ്റ്. ഇപ്പോൾ ഈ ഒരു അതായത് 0 to 1 1 1 1 എന്ന് പറയുന്നത് x1 y1, 0 പറയുന്നത് x0 y0. ഓക്കെ, എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കണം. അതായത് നമ്മളിപ്പോൾ ഫണ്ടമെന്റൽ തിയറത്തിൽ പഠിച്ചു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്താ, ഫൈ ഓഫ് x1 y1 മൈനസ് ഫൈ ഓഫ് x0 y0. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് എഫ് കൺസർവേറ്റീവ് ആയിട്ടുള്ള കേസാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ആദ്യം കൺസർവേറ്റീവ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് ശ്രദ്ധിക്കാം. ഫസ്റ്റ് കണ്ടീഷനിൽ ഫൈ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ എഫ് കൺസർവേറ്റീവ് ആണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം ഡെൽ ഫൈ കണ്ടുപിടിക്കാം. ഡെൽ ഫൈ എന്ന് പറയുന്നത് എന്താ, ഐ ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ഫൈ ബൈ ഡോ വൈ അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു വൈ ഐ പ്ലസ് എക്സ് ജെ. അപ്പോൾ നമുക്ക് ഇത് എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് ഓൾറെഡി കിട്ടി അല്ലേ. കാരണം എന്താ, ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താ, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ എന്താ, വൈ. ഇനി ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ ആണ്, അതായത് എക്സ്. അപ്പോൾ അതിവിടെ നമ്മൾ വൈയും എക്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വൈ ഐ പ്ലസ് എക്സ് ജെ കിട്ടി. ഇത് ഈക്വൽ ടു ഇപ്പോൾ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈ ഇത് തന്നെയല്ലേ. അപ്പോൾ അത് കാരണം എഫ് ഓഫ് എക്സ് വൈ കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ്, കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ട്ലി ആ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഇന്റഗ്രൽ x0 y0 to x1 y1 f dot dr is equal to phi of x1 y1 minus phi of x0 y0. അപ്പോൾ ജസ്റ്റ് ഇവിടെ xy അല്ല phi തന്നിരിക്കുന്നത്, അപ്പോൾ 1.1 ഓക്കെ മൈനസ് 0.0 അതെന്താ 1 ആണ്. ക്ലിയർ ആയല്ലോ. ഇനി നോട്ട്, if f of xy is a conservative vector field and c is any closed path, then അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കർവ് c എന്നുള്ളത് ക്ലോസ്ഡ് പാത്ത് ആണെങ്കിൽ, അതായത് എന്താ x0 y0 ഉം x1 y1 ഉം സെയിം പോയിന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ phi of x0 y0 മൈനസ് phi of x0 y0 തന്നെ വരും അല്ലെ. x1 y1 is equal to ആ സെയിം പോയിന്റ് തന്നെയല്ലേ. അപ്പോൾ x1 y1 ഉം x0 y0 ഉം സെയിം ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് സെയിം സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, 0 കിട്ടും. ഇനി a test for conservative vector fields. First one, theorem. Conservative vector fields test ചെയ്യുന്നത് just theorem base ചെയ്തിട്ട് പറയാം. If f of xy and g of xy are continuous and have continuous first partial derivatives in some open region D, and if f vector f is equal to f of xy I plus g of xy j is conservative on D, then dou f by dou y is equal to dou g by dou x. ഓക്കെ, ക്ലിയർ ആണ്. അതായത് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ, അതായത് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദ പാരാമീറ്റേഴ്സ്, ഏതൊക്കെ വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എക്സ് ആൻഡ് വൈ. എഫും സ്മോൾ ലെറ്റർ എഫ് ആൻഡ് ജി എന്ന് പറയുന്നത് രണ്ട് ഫംഗ്ഷൻസ്. ഓക്കെ, ദേ ആർ കണ്ടിന്യൂസ് ആൻഡ് ഹാവ് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻ സം ഓപ്പൺ റീജിയൻ ഡി. ഡി എന്ന് പറയുന്ന ഓപ്പൺ റീജിയനിൽ ഈ പറയുന്ന എഫ് ആൻഡ് ജിക്കും ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, എക്സിസ്റ്റിംഗ്. ആൻഡ് ഇഫ് the field f is equal to f of xy I plus g of xy j. ഓക്കെ, അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആൻഡ് ഇറ്റ് ഇസ് കൺസർവേറ്റീവ് ഓൺ ഡി, ആ റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റീജിയനിൽ ഈ പറയുന്ന എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഡോ എഫ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ നേരെ റിവേഴ്സ് നമുക്ക് പറയാൻ പറ്റും. കോൺവേഴ്സ്ലി, ഇഫ് ഡി ഇസ് simply connected and dou f by dou y is equal to dou g by dou x, then f is conservative. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ, ആ റീജിയനിൽ കൺസർവേറ്റീവ് ആണെങ്കിൽ ഡോ എഫ് ബൈ ഡോ വൈ is equal to dou g by dou x ആണ്. നമ്മൾ നേരെ തിരിച്ചു പറയാണ്, അതായത് ഡി എന്ന് പറയുന്നത് സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആണ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ is equal to dou g by dou x ആണെങ്കിൽ നമുക്ക് എഫ് കൺസർവേറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. ഈ സിംപ്ലി കണക്റ്റഡ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഇതിപ്പോൾ ഒരു കണ്ടിന്യൂസ് റീജിയൻ ആണ്, ക്ലോസ് റീജിയൻ ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഏത് കർവ്, ഇപ്പോൾ ഈ ക്ലോസ് റീജിയൻ്റെ ഉള്ളിൽ, ഈ കണക്റ്റഡ് റീജിയൻ്റെ ഉള്ളിൽ ഏത് ക്ലോസ്ഡ് കർവ് നമ്മളിപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ഷ്രിങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിനെ ഇങ്ങനെ ഷ്രിങ്ക് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എല്ലാം കൂടിയിട്ട് മീറ്റ് ചെയ്യും. ഓക്കെ, അതിനെ നമുക്ക് ഷ്രിങ്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിനാണ് ഈ സിംപ്ലി കണക്റ്റഡ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, പ്രോബ്ലം നോക്കാം. ഡിറ്റർമിൻ വെദർ എഫ് ഓഫ് എക്സ് വൈ is equal to y plus xi plus y minus xj is conservative. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എഫിൽ സ്മോൾ ലെറ്റർ, അതായത് എഫും ജിയും തന്നിട്ടുണ്ട് അല്ലേ. ഇനി സൊല്യൂഷൻ, എഫ് ഓഫ് എക്സ് വൈ എന്താ, y പ്ലസ് എക്സ് ആണ് ആൻഡ് ജി ഓഫ് എക്സ് വൈ എന്താ, y മൈനസ് എക്സ് ആണ്. ഇപ്പോൾ തന്നിരിക്കുന്ന കണ്ടീഷനിൽ അത് രണ്ടും കിട്ടി. ഇനി ഡോ എഫ് ബൈ ഡോ വൈ, അത് നമുക്ക് ആദ്യം കൺസർവേറ്റീവ് ആണോ അല്ലയോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ.
ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡോ ജസ്റ്റ് ഇങ്ങനെ സെപ്പറേറ്റ് തന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ തിയറം വെച്ചിട്ട് നോക്കാം. അതായത് ഡോ എഫ് ബൈ ഡോ വൈയും ഡോ ജി ബൈ ഡോ എക്സും അത് സെയിം ആണെങ്കിൽ കൺസർവേറ്റീവ് ആണെന്ന് നമുക്കറിയാം അല്ലെ, തിയറം പ്രകാരം. അപ്പോൾ അത് കാരണം ആദ്യം ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കാം. അതെന്താ വരിക, 1 ആണ്. ആൻഡ് ഡോ ജി ബൈ ഡോ എക്സ് എന്താ വരിക, -1 ആണ്. ഇവിടെ രണ്ടും ഈക്വൽ അല്ല. സോ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് കൺസർവേറ്റീവ്. ഇനി കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ഇൻ 3D സ്പേസ്, അതായത് 3 കോർഡിനേറ്റ്സ് എല്ലാം എക്സ് വൈ സെഡ് പ്ലെയിനിൽ ലെറ്റ് എഫ് ഇക്വൽ ടു എഫ് ഐ പ്ലസ് ജി ജെ പ്ലസ് എച്ച് കെ, അതായത് ഈ എഫും ജിയും എച്ചും ഡിപ്പെൻഡിങ് ഹാവ് ഓൾ ദ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ്. ഓക്കെ, ഇഫ് ഡി ഇസ് സിംപ്ലി കണക്റ്റഡ്, നേരത്തെ പറഞ്ഞ സിംപ്ലി കണക്റ്റഡ് റീജിയൻ എന്താണ്, അതിൻ്റെ ഉള്ളിൽ കൺസിഡർ ചെയ്യുന്ന എല്ലാ ക്ലോസ് കർവ്സും നമുക്കിപ്പോൾ ആ ഒരു റീജിയനെ ഷ്രിങ്ക് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ഷ്രിങ്ക് ചെയ്യാൻ പറ്റും. സിംപ്ലി പറയുകയാണെങ്കിൽ ആ ഒരു എൻറ്റയർ റീജിയന് ഹോൾസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് നമുക്ക് അതിനെ ഷ്രിങ്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ഇൻ 3D സ്പേസിൽ എഫ് ഇക്വൽ ടു എഫ് ജി എച്ച് ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. ആൻഡ് ഇഫ് ഡി സിംപ്ലി കണക്റ്റഡ്, കൺസിഡർ ചെയ്യുന്ന റീജിയൻ സിംപ്ലി കണക്റ്റഡ് ആണെങ്കിൽ dou f by dou y is equal to dou g by dou x, dou f by dou z equal to dou h by dou x, and dou g by dou z is equal to dou h by dou y. അതായത് ഈക്വലൻ്റ്ലി നമുക്ക് പറയാൻ പറ്റും കേൾ എഫ് 0 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് കൺസർവേറ്റീവ്. മനസ്സിലാക്കുക. ഇപ്പോൾ ഇതാണ് കണ്ടീഷൻസ് വന്നിരിക്കുന്നത്. അതായത് എഫ് എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. ആൻഡ് ഡി സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആണ് നമ്മൾ എടുക്കുന്ന റീജിയൻ. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ടേംസും ഈക്വൽ ആയിരിക്കും. അതായത് നമുക്കപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കേൾ എഫ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിന്റെ ബേസിസിലുള്ള പ്രോബ്ലംസ് നോക്കാം. ഷോ ദാറ്റ് integral over C yz dx plus xz dy plus yx square dz is not independent of path. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് നോട്ട് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ് പറഞ്ഞിരിക്കുന്നത്, ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്നല്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചു. ഇപ്പോൾ ഒരു ഫോഴ്സ് വെക്റ്റർ, അതായത് എഫ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണെങ്കിൽ അത് അതിന്റെ പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ ഡിപ്പെൻഡ് ചെയ്യില്ല അല്ലേ. അപ്പോൾ നമുക്ക് സിംപ്ലി ഇവിടെ എന്ത് പ്രൂവ് ചെയ്താൽ മതി, എഫ് നോട്ട് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ കൺസർവേറ്റീവ് ആണെങ്കിലാണ് ഡിപ്പെൻഡിങ് ഓൺ ദ ഇന്റഗ്രൽ പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നോട്ട് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ആദ്യം ആ ഇന്റഗ്രൽ, അതായത് ഇന്റഗ്രൽ ഇസ് നോട്ട് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് നോട്ട് എഫ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും ഇറ്റ് ഈസ് നോട്ട് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. അപ്പോൾ ആദ്യം നമ്മൾ ഇന്റഗ്രൽ ഓവർ സി എഫ് എന്ന് പറയുന്നത് എഫ് ഡോട്ട് ഡി ആർ ആദ്യം ചെയ്യുക. അത് ഓക്കെ, എഫ് തന്നിരിക്കുന്നത് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് പ്ലസ് വൈ എക്സ് സ്ക്വയർ ഇൻ ടേംസ് ഓഫ് ഐ ജെ കെ. ഓക്കെ, ആൻഡ് ഡി ആർ എന്താ, ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ. ഇനി ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. അതായത് ഇപ്പോൾ ഇത് തന്നിരിക്കുന്നത്, ഇപ്പോൾ നമുക്ക് എന്താ കിട്ടുക, കറസ്പോണ്ടിങ് ഐ ഡോട്ട് ഐ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ കോഎഫിഷ്യൻസ് കിട്ടുക, വൈ സെഡ് ഡി എക്സ് അല്ല. സെക്കൻഡ് ടേം എന്താ കിട്ടുക, ജെയുടെ ടേംസ് കോഎഫിഷ്യൻസ് എക്സ് സെഡ് ഡി വൈ. ആൻഡ് തേർഡ് വൺ വൈ എക്സ് സ്ക്വയർ ഡി സെഡ്. അത് തന്നെയല്ലേ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ അല്ല, ഇന്റഗ്രൽ ഓവർ സി തന്നിരിക്കുന്ന ഇക്വേഷനും അത് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഇനി നമുക്ക് ജസ്റ്റ് എഫ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേൾ എഫ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം. ഓക്കെ, കേൾ എഫ് കണ്ടുപിടിച്ചിട്ട് അത് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ, അതിൻ്റെ അർത്ഥം അത് കൺസർവേറ്റീവ് ആണ്, എഫ് കൺസർവേറ്റീവ് ആണ്. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോട്ട് കൺസർവേറ്റീവ് ആണ്. അപ്പോൾ കേൾ എഫ് ജസ്റ്റ് കണ്ടുപിടിക്കാം. I j k dou by dou x dou by dou y dou by dou z and corresponding f g h terms എഴുതാം, കോഎഫിഷ്യൻസ് എഴുതാം. തന്നിട്ടുണ്ടല്ലോ f എന്ന് പറയുന്നത് y z, ഇവിടെ നമുക്കറിയാം തന്നിരിക്കുന്നത് എന്താ, y z ആണ് f എന്ന് പറയുന്നത്, x z g എന്ന് പറയുന്നത് y x സ്ക്വയർ ആണ് h. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേളിൽ ഡിറ്റർമിനന്റ്. എന്നിട്ട് i ഇൻറ്റു കറസ്പോണ്ടിങ് ടേംസ് ഡോ ബൈ ഡോ y മൈനസ് dou by dou y of yx square minus dou by dou z of xz. ഓക്കെ, കൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ സാധാരണ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യും. നമുക്ക് എങ്ങനെ കിട്ടും, i ഇൻറ്റു ഡോ ബൈ ഡോ y ഓഫ് എക്സ് സ്ക്വയർ y എന്താ, എക്സ് സ്ക്വയർ ആണ് അല്ലെ, മൈനസ് ഡോ ബൈ ഡോ z ഓഫ് എക്സ് സെഡ് എന്താ, എക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി എക്സ് സ്ക്വയർ മൈനസ് എക്സ്. സെക്കൻഡ് വൺ മൈനസ് ജെ ഇൻറ്റു ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ y എന്താ, 2xy മൈനസ് ഡോ ബൈ ഡോ z ഓഫ് y z എന്താ, y. അപ്പോൾ 2xy മൈനസ് y കിട്ടി. ഓക്കെ, ജെ. ഇനി തേർഡ് ടേം എന്താ വരിക, കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സെഡ് സെഡ് ആണ് മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സെഡ് എന്താ, സെഡ് ആണ്. അപ്പോൾ തേർഡ് ടേം, ഇനിയിപ്പോൾ ഈ തേർഡ് ടേം മാത്രം, കെയുടെ ടേം മാത്രം 0, ബാക്കി ടേംസ് ഒന്നും 0 ആവില്ല, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 0.
Hence നമുക്ക് പറയാൻ പറ്റും f is not conservative. That means what? The integral is not independent of path. Okay. Next one. Let f of xy is equal to 2xy cube I plus 1 plus 3x square y square j. Okay. f തന്നിരിക്കുന്ന f എങ്ങനെയാണ് 2xy cube I plus 1 plus 3x square y square j. ഇനി ഒരു 4 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഓരോന്നിനും എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഷോ ദാറ്റ് എഫ് ഇസ് കൺസർവേറ്റീവ് അല്ലേ. ആദ്യം തന്നിരിക്കുന്ന എഫ് കൺസർവേറ്റീവ് ആണോ നോക്കണം. ഓക്കെ. സെക്കൻഡ് വൺ, ഫൈൻഡ് ഫൈ ബൈ ഇന്റഗ്രേറ്റിംഗ് ഡോ ഫൈ ബൈ ഡോ എക്സ്. ഡോ ഫൈ ബൈ ഡോ എക്സ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫൈ കണ്ടുപിടിക്കാം. Third one, find phi by integrating dou phi by dou y. Okay. And the last one, using phi evaluate. നമുക്ക് ഈ ഒരു ഇന്റഗ്രൽ phi യൂസ് ചെയ്തിട്ട് നമുക്ക് ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. എഫ് കൺസർവേറ്റീവ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ക്യാപിറ്റൽ, അതായത് ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് എഫ് സ്മോൾ ലെറ്റർ എഫ് ഐ പ്ലസ് സ്മോൾ ലെറ്റർ ജി ജെ അല്ല. അപ്പോൾ സ്മോൾ ലെറ്റർ എഫ്, അതായത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 2x വൈക്ക് നമുക്ക് കിട്ടി. ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 1 പ്ലസ് 3x സ്ക്വയർ വൈ സ്ക്വയർ അല്ലേ. ഇനി ഇവിടെ ഡോ എഫ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എന്താ? നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, ഡോ എഫ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ് എന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് തന്നിരിക്കുന്ന എഫ് കൺസർവേറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ കണ്ടീഷൻ യൂസ് ചെയ്യാം. ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കാം. ഡോ എഫ് ബൈ ഡോ വൈ എന്താ വരിക? 2xy ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ 2x into 3y സ്ക്വയർ വരും. അതെന്താ? 6xy സ്ക്വയർ. ഇനി ഡോ ജി ബൈ ഡോ എക്സ് എന്താ വരിക? ഡെറിവേറ്റീവ് ഓഫ് 1 പ്ലസ് 3x സ്ക്വയർ വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ 1ന്റെ 0 ആയി പോകും. 3x സ്ക്വയർ വൈ സ്ക്വയറിന്റെ എന്താ വരിക? 3y സ്ക്വയർ ഇൻറ്റു 2x വരും. അതായത് അഗെയിൻ 6xy സ്ക്വയർ. ഇത് രണ്ടും ഈക്വൽ ആണ് നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ എഫ് എന്താണ്? കൺസർവേറ്റീവ് ആണ്. ഇനി സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? Find phi by integrating dou phi by dou x. Third one, find phi by integrating dou phi by dou y. And last one, ഈ ഇന്റഗ്രൽ എന്താ അത് കണ്ടുപിടിക്കണം. ഓക്കെ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സിൻസ് എഫ് ഇസ് കൺസർവേറ്റീവ്, നമുക്കറിയാം ഇപ്പോൾ എഫ് കൺസർവേറ്റീവ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു ഫസ്റ്റ് സെക്ഷനിൽ. സെക്കൻഡ് സെക്ഷനിൽ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യുക. ഡോ ഫൈ ബൈ ഡോ എക്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഫൈ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എഫ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് ഇക്വൽ ടു ഡെൽ ഫൈ എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഓൾറെഡി ഡെൽ ഫൈ എന്താ? ഐ ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ഫൈ ബൈ ഡോ വൈ. ഇനി തന്നിരിക്കുന്ന എഫ് എന്താ? 2xy ക്യൂബ് ഐ പ്ലസ് 1 പ്ലസ് 3x സ്ക്വയർ വൈ സ്ക്വയർ ജെ. ഇനി ദിസ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ, അതായത് ഡെൽ ഫൈ നമ്മളിപ്പോൾ നമുക്കറിയാം ഐ ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ഫൈ ബൈ ഡോ വൈ. എൽ എച്ച് എസ് ഇക്വൽ ടു ആർ എച്ച് എസ്, കൺസേൺ കോർഡിനേറ്റ്സ്, അതായത് ഐയുടെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും, ജെയുടെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് രണ്ട് എൽ എച്ച് എസിലും ആർ എച്ച് എസിലും നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടും? ഐയുടെയും ജെയുടെയും കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ ഐയുടെ എൽ എച്ച് എസിൽ എന്താ? 2xy ക്യൂബ്. ഇനി ആർ എച്ച് എസിൽ എന്താ? ഡോ ഫൈ ബൈ ഡോ എക്സ്. അപ്പോൾ നമുക്ക് കിട്ടി ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 2xy ക്യൂബ്. അതേപോലെ ജെയുടെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ കോഎഫിഷ്യൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഡോ ഫൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 1 പ്ലസ് 3x സ്ക്വയർ വൈ സ്ക്വയർ. ഇത് ജസ്റ്റ് ഒരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ. ഡോ ഫൈ ബൈ ഡോ എക്സ് കിട്ടി, അതിന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഫൈ കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് ഡോ ഫൈ ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കീപ്പിംഗ് y കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് ഡോ ഫൈ ബൈ ഡോ എക്സ് അല്ല, ഫൈ കണ്ടുപിടിക്കണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതർ പാർഷ്യൽ എടുക്കുമ്പോൾ അതർ നമ്മൾ വേരിയബിൾ എന്താ? കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും. അപ്പോൾ y കോൺസ്റ്റന്റ് ആക്കി വെക്കാം. അപ്പോൾ ഫൈ ഇസ് ഈക്വൽ ടു എൽ എച്ച് എസിൽ എന്താ വരിക? ഇന്റഗ്രൽ, അതായത് നമ്മൾ ഇവിടെ ഡോ ഫൈ ബൈ ഡോ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഇന്റഗ്രൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2xy ക്യൂബ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫൈ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എൽ എച്ച് എസിൽ ഫൈ കിട്ടി. ഇനി ആർ എച്ച് എസിൽ എന്താ? ഇന്റഗ്രൽ 2xy ക്യൂബ് എന്താ വരിക? y കോൺസ്റ്റന്റ് ആക്കി വെക്കുക. അപ്പോൾ 2y ക്യൂബ് ഇൻറ്റു, ഇനി എക്സിന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് സ്ക്വയർ ബൈ 2. അപ്പോൾ ഈ 2 ക്യാൻസൽ ആയി. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ വൈ ക്യൂബ് കിട്ടും. ക്ലിയർ ആയല്ലോ? പ്ലസ് നമ്മൾ നോർമലി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് എഴുതാറില്ലേ? ഇവിടെ ഇപ്പോൾ നമ്മൾ y ആണ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കോൺസ്റ്റന്റിനെ നമ്മൾ ഡിപ്പെൻഡിങ് ഓൺ y ആയിട്ട് ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കും. ഓക്കെ, അതായത് k ഓഫ് y, അതായത് ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് y ആണ്, ഫംഗ്ഷൻ അല്ല, ഇൻ ടേംസ് ഓഫ് y ആണ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, എന്തും ആവാം, ചിലപ്പോൾ ജസ്റ്റ് 2 or 3 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ y. പക്ഷെ നമ്മളിപ്പോൾ y ഇവിടെ കോൺസ്റ്റന്റ് ആക്കി എടുത്തത് കൊണ്ട് നമ്മൾ ആ കോൺസ്റ്റന്റിനെ k ഓഫ് y, അതായത് ഇൻ ടേംസ് ഓഫ് y ആണ് ആ കോൺസ്റ്റന്റ് എന്നുള്ളത് കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇനി ഇത് ഇക്വേഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ടു ഫൈൻഡ് k ഓഫ് y, ഇനി നമുക്ക് ഈ കോൺസ്റ്റന്റിനെ കണ്ടുപിടിക്കണം.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈ. ഓക്കെ, വിത്ത് റെസ്പെക്ട് എക്സ് അല്ല, അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ അതേ പഴയ ആ ഒരു ബാക്ക് സ്റ്റെപ്പിൽ തന്നെ ഈ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, ഡോ ഫൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഇവിടെ എക്സ് സ്ക്വയർ വൈ ക്യൂബിൻ്റെ വിത്ത് റെസ്പെക്ട് ടു വൈ എന്താ വരിക, എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, വൈ ക്യൂബിൻ്റെ എന്താ വരിക 3y സ്ക്വയർ, ഡെറിവേറ്റീവ് അല്ല, അപ്പോൾ 3y സ്ക്വയർ, അപ്പോൾ 3x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് കെ ഓഫ് വൈയുടെ ഡെറിവേറ്റീവ് ജസ്റ്റ് കെ ഡാഷ് ഓഫ് വൈ എന്ന് നോട്ട് ചെയ്ത് എഴുതാം. ക്ലിയർ ആയി, നമുക്ക് എന്താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ അത് തേർഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി കമ്പയറിംഗ് 1 and 3, 1 എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഡോ ഫൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 1 പ്ലസ് 3x സ്ക്വയർ വൈ സ്ക്വയർ ആണെന്ന് അറിയാം. ഇനി 3ൽ എന്താ തന്നിരിക്കുന്നത്, ഡോ ഫൈ ബൈ ഡോ വൈ നമുക്ക് കിട്ടിയിട്ടുണ്ട് 3x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് കെ ഡാഷ് ഓഫ് വൈ. ഇത് രണ്ടിൻ്റെ LHS സെയിം അല്ലേ, ഡോ ഫൈ ബൈ ഡോ വൈ. അപ്പോൾ രണ്ടിൻ്റെ RHS ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 1 പ്ലസ് 3x സ്ക്വയർ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് കെ ഡാഷ് ഓഫ് വൈ. അപ്പോൾ ഇവിടെ 3x സ്ക്വയർ വൈ സ്ക്വയർ രണ്ട് സ്ഥലത്തുണ്ട്, ക്യാൻസൽ ആയിരിക്കും. കെ ഡാഷ് ഓഫ് വൈ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. ഈ കെ ഡാഷ് ഓഫ് വൈ എന്ന കെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ, അത് ഡെറിവേറ്റീവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓപ്പറേഷൻ ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ കെ ഓഫ് വൈ കിട്ടും ഇസ് ഈക്വൽ ടു 1ൻ്റെ ഇൻ്റഗ്രൽ എന്താ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് അല്ലേ, പ്ലസ് ഇവിടെ ഒരു കോൺസ്റ്റന്റ് നമ്മൾ സി ആയിട്ട് എഴുതി. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ചെയ്താൽ അത് ഇവിടെ ജസ്റ്റ് ഒന്ന് സി ആയിട്ട് എഴുതി. അപ്പോൾ നമുക്ക് ഫൈനലി ഈ കെ ഓഫ് വൈ നമ്മൾ തിരിച്ച് സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക, ഫൈ എന്താ കിട്ടുക, ആക്ച്വൽ ഇക്വേഷൻ ഫൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ക്യൂബ് പ്ലസ് വൈ പ്ലസ് സി. അപ്പോൾ നമുക്ക് അവിടെ കോൺസ്റ്റന്റ് എന്താണെന്ന് ജസ്റ്റ് ഇവിടെ കണ്ടുപിടിച്ചു, വൈ പ്ലസ് സി ആണെന്ന്. അത് കറക്റ്റ്ലി ഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതാണ് ആക്ച്വൽ ഇക്വേഷൻ. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറക്കരുത്, ഇതാണ് ശരിക്കുള്ള ഫൈയുടെ ഇക്വേഷൻ. ഇനി തേർഡ് സെക്ഷൻ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈ, എന്നിട്ട് ഫൈ കണ്ടുപിടിക്കാം. അതായത് ഡോ ഫൈ ബൈ ഡോ വൈ നമ്മൾ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫൈ കണ്ടുപിടിക്കണം. നേരത്തെ ഡോ ഫൈ ബൈ ഡോ എക്സ് ആണ് ചെയ്തത്, ഇവിടെ ഡോ ഫൈ ബൈ ഡോ വൈ സെയിം പ്രോസസ്സ് തന്നെയാണ്. ഓക്കെ, എക്സ് ആൻഡ് വൈ ജസ്റ്റ് അങ്ങോട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഡോ ഫൈ ബൈ ഡോ വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് എന്താ വരിക, എക്സ് സ്ക്വയർ വൈ ക്യൂബ് പ്ലസ് വൈ പ്ലസ് സി ആണ്. ഇത് ജസ്റ്റ് ഇക്വേഷൻ 4 ആയിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് എഗെയിൻ ഡിഫറൻഷ്യേറ്റ്. ഇപ്പോൾ നേരത്തെ നമ്മൾ എഗെയിൻ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ, ജസ്റ്റ് ആ എക്സും വൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്നേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണം, വിത്ത് റെസ്പെക്ട് ടു ഏതാണ് ചെയ്യുന്നത് എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആവാതെ ക്ലിയർ ആക്കിയാൽ മതി. ഇനി ഡിഫറൻഷ്യേറ്റിംഗ് 4 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇപ്പോൾ നമുക്ക് ഫൈ എന്താണെന്ന് കിട്ടി അല്ലേ, അപ്പോൾ അതേപോലെ ഡോ ഫൈ ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2x വൈ ക്യൂബ് പ്ലസ് ഇവിടെ വൈ പ്ലസ് സി എന്ന് നമ്മൾ ജസ്റ്റ് കെ ഡാഷ് ഓഫ് എക്സ് എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കെ ഡാഷ് ഓഫ് എക്സ് ആണ് കിട്ടി. അപ്പോൾ ഇനി കമ്പയറിംഗ് 1 and 5, നമുക്ക് നേരത്തെ എഴുതിയ ഒരു ഇക്വേഷൻ അല്ലേ 1, അതും ഈ ഇക്വേഷനും കൂടി കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, അതായത് രണ്ടിൻ്റെ LHS ഡോ ഫൈ ബൈ ഡോ എക്സ് ആണ്. അപ്പോൾ രണ്ടിൻ്റെയും RHS ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യുക. 2x വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു 2x വൈ ക്യൂബ് പ്ലസ് കെ ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് ഈ 2x വൈ ക്യൂബ് രണ്ട് സ്ഥലത്തും ക്യാൻസൽ ആവും. കെ ഡാഷ് ഓഫ് എക്സ് 0 കിട്ടും. അഗെയിൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. കെ ഡാഷ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്ത് ഇൻ്റഗ്രൽ ഓഫ് നമുക്ക് അതായത് ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ചെയ്തിട്ടാണ് 0 കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കെ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ടേം എടുക്കുക, കോൺസ്റ്റന്റ്. ഇൻ ദോർ ഫൈ ഇസ് ഈക്വൽ ടു അത് അഗെയിൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈയിൽ വൈ പ്ലസ് എക്സ് സ്ക്വയർ വൈ ക്യൂബ് പ്ലസ് സി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് സ്ഥലത്ത് നമുക്ക് ഫൈയുടെ ഇക്വേഷൻസ് സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. ഇനി ലാസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക. ഡയറക്റ്റ് തന്നിട്ടുണ്ട്, ഇൻ്റഗ്രൽ 14 to 31 2x y cube dx plus 1 plus 3x square y cube dy is equal to integral 1431 f dot dr. അല്ല, നമുക്കറിയാലോ ഇതെന്ന് പറയുന്നത് എഫ് ഡോട്ട് ഡിആർ ആണ്, കൺസർവേറ്റീവ് ആണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്ക് തിയറം ഡയറക്റ്റ് അപ്ലൈ ചെയ്തൂടെ, ഫൈ ഓഫ് x1 y1 മൈനസ് ഫൈ ഓഫ് x0 y0 ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച ഇക്വേഷൻ എന്താ, y പ്ലസ് എക്സ് സ്ക്വയർ വൈ ക്യൂ പ്ലസ് സി. അതിൽ ഈ എക്സും വൈയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഫൈ ഓഫ് 3 1 എന്ന് പറയുന്നത് ഇവിടെ വൈ എക്സിന് 3 കൊടുക്കുക, വൈക്ക് 1 കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്തായി 1 പ്ലസ് ഇനി 3 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് 9 ഇൻറ്റു 1. അപ്പോൾ 1 പ്ലസ് 9 പ്ലസ് സി, അതായത് 10 പ്ലസ് സി കിട്ടും. ഇനി മൈനസ് ഇനി 1 4 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എക്സ് ഈക്വൽ ടു 1 ഉം y ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ 4 പ്ലസ് എക്സ് സ്ക്വയർ 1 ഡോട്ട് 4 ക്യൂബ് 1. 4 ക്യൂബ് എന്താ 64 പ്ലസ് 4 എന്താ 68. അപ്പോൾ 68 പ്ലസ് സി. ഇത്
വാല്യൂറ്റ് ചെയ്യുക. അതായത് 10 പ്ലസ് സി മൈനസ് ഓഫ് 68 പ്ലസ് സി എന്താ സി ക്യാൻസൽ ആവും മൈനസ് 58. Just last problem check ചെയ്യാം. Show that integral 1 to 40 4y dx plus 4x dy is independent of path and evaluate the integral using the fundamental theorem. Fundamental theorem വെച്ചിട്ട് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന f of xy എന്ന് പറയുന്നത് എന്താ 4y നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. 4y I plus 4x j ആണ് അല്ലേ. f dot dr ആണ് ഇപ്പോൾ ഈ ഡയറക്റ്റ് ആയി തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് സെപ്പറേറ്റ് ആയി മാറ്റിയിട്ട് ഇൻ ടേംസ് ഓഫ് I and j നമുക്ക് f എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം 4y I plus 4x j ആണ്. ഇനി ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കുക, ഡോ ജി ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിനർത്ഥം കൺസർവേറ്റീവ് ആണ്. ദെൻ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ അല്ലേ. അപ്പോൾ ആദ്യം ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കാം. ഡോ എഫ് ബൈ ഡോ വൈ എന്താ ഫസ്റ്റ് വൺ ആണ് എഫ്. എഫ് എന്ന് പറയുന്നത് 4y ആണ് ആൻഡ് ജി എന്ന് പറയുന്നത് 4x ആണ്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്താ 4, ഡോ ജി ബൈ ഡോ എക്സ് എന്താ 4. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് കൺസർവേറ്റീവ് ആണ്. എഫ് കൺസർവേറ്റീവ് ആണ് ആൻഡ് ഹെൻസ് ദ ഇന്റഗ്രൽ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത്. നമുക്കറിയാലോ കൺസർവേറ്റീവ് ആണെങ്കിൽ പാത്തിനെ ഇൻഡിപെൻഡന്റ് ആണ്. ഇനി ടു ഫൈൻഡ് ഫൈ. അപ്പോൾ നമുക്ക് ഇവിടെ ഫണ്ടമെന്റൽ തിയറം വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫണ്ടമെന്റൽ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ഓഫ് x1 y1 മൈനസ് ഫൈ ഓഫ് x0 y0 ആണ്. അതാണ് ഫണ്ടമെന്റൽ തിയറം. പക്ഷെ നമുക്ക് ഫൈ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഫൈ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കൺസർവേറ്റീവ് ആണ് കിട്ടിയത് കൊണ്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ എന്താ ഫോർമുല എന്താ എഫ് ഇക്വൽ ടു ഡെൽ ഫൈ ആണ്. എഫ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് എഫ് ഇക്വൽ ടു ഡെൽ ഫൈ ആണ് അല്ലേ. അപ്പോൾ ഡെൽ ഫൈ എന്ന് പറയുന്നത് എന്താ ഐ ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ഫൈ ബൈ ഡോ വൈ. ഇനി എഫ് എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം 4y I പ്ലസ് 4x j. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യും. ഐ ജെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇക്വൽ ടു 4y ഉം ഡോ ഫൈ ബൈ ഡോ വൈ ഇസ് ഇക്വൽ ടു 4x ഉം കിട്ടി. രണ്ട് ഇക്വേഷൻസ് കിട്ടിയില്ല. ഇനി ഫസ്റ്റ് വൺ അതായത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഡോ ഫൈ ബൈ ഡോ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക 4xy. അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വൈനെ കോൺസ്റ്റന്റ് ആക്കി വെക്കാം. അപ്പോൾ ഇവിടെ 4y വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്താ വരിക 4xy പ്ലസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് y ആയിക്കൂടെ. അപ്പോൾ k of y എഴുതി. എഗെയിൻ ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് അതായത് ഈ കിട്ടിയ ഫൈവിനെ വീണ്ടും നമ്മൾ ഡെറിവേറ്റീവ് കാണാം വിത്ത് റെസ്പെക്ട് ടു y. ഓക്കെ, ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ഉണ്ടായിരുന്നു, അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്തു ആണല്ലോ. ഇനി വീണ്ടും അതിൻ്റെ ഡെറിവേറ്റീവ് കാണാം വിത്ത് റെസ്പെക്ട് ടു y. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക 4x പ്ലസ് കെ ഡാഷ് ഓഫ് y. അതായത് ഡെറിവേറ്റീവ് ഓഫ് 4xy എന്താ വിത്ത് റെസ്പെക്ട് ടു y 4x ആണ്. ആൻഡ് കെ എഫ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്താ കെ ഡാഷ് ഓഫ് y. കെ എഫ് വൈ നമുക്ക് അറിയില്ല. അപ്പോൾ കെ ഡാഷ് ഓഫ് y എന്ന് എഴുതാം. ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയല്ലോ 1 ഉം 2 ഉം. അപ്പോൾ അത് രണ്ടിനും എൽ എച്ച് എസ് എന്താ ഡോ ഫൈ ബൈ ഡോ വൈ ആണ്. അപ്പോൾ ആർ എച്ച് എസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. 4x ഇക്വൽ ടു 4x പ്ലസ് കെ ഡാഷ് ഓഫ് y ആണല്ലോ. അപ്പോൾ 4x എന്ന് പറയുന്നത് എന്താവും രണ്ട് സ്ഥലത്തും ക്യാൻസൽ ആയി പോകും. നമുക്ക് കെ ഓഫ് വൈ കെ ഡാഷ് ഓഫ് വൈ ഇക്വൽ ടു 0 കിട്ടും. ആൻഡ് അഗെയിൻ കെ ഓഫ് വൈ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ 0 അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി അത് കോൺസ്റ്റന്റ് ആണ് അല്ലേ. അതിനെ നമ്മൾ സി ആയിട്ട് എഴുതും. ഫൈനൽ ഇക്വേഷൻ ഫൈ എന്ന് പറയുന്നത് എന്താ നമുക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ കെ എഫ് വൈക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഫൈ നമുക്ക് എന്ത് കിട്ടി 4xy പ്ലസ് സി. ഇനി നമ്മുടെ ഇന്റഗ്രൽ തിയറം അപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ 1 to 40 4y dx plus 4x dy എന്ന് പറയുന്നത് നമുക്കറിയാം ഫൈ ഓഫ് x1 y1 മൈനസ് ഫൈ ഓഫ് x0 y0. അപ്പോൾ ഇവിടെ ഫൈയിൽ ഈ പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് 4ഉം വൈക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക ഫസ്റ്റ് വൺ ഒരെണ്ണം 0 ആയി കഴിഞ്ഞാൽ അത് എന്തായി ടേം ക്യാൻസൽ ആവും. 4xy എന്നുള്ള ടേം ക്യാൻസൽ ആവും. പ്ലസ് സി മാത്രം വരും. അപ്പോൾ ഫസ്റ്റ് ടേം സി വന്നു മൈനസ് ഓഫ് ഇനി 4xyയിൽ നമുക്ക് 1 ഉം 2 ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 into 2 അതായത് 4 into 8 പ്ലസ് സി മൈനസ് ഓഫ് 8 പ്ലസ് സി അതായത് -8 ആണ് ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. താങ്ക് യു.